السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. അദ്കിയ ക്ലാസ് 6. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൈത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. ആ ബൈത്തിന്റെ ആരംഭത്തിൽ വന്ന ഹംദിനെ കുറിച്ചായിരുന്നു ചെറിയ രൂപത്തിലുള്ള വിവരണം നൽകിയത്. ഇനി അതേ വരിയിൽ തന്നെ അൽ മുവഫിഖ് ലിൽ ഉല, ആത്മീയതയുടെ ഉത്തുംഗ സോപാനത്തിലേക്ക്, ആത്മീയമായ ഉയർച്ചയിലേക്ക്, ഉന്നതങ്ങളായ സ്ഥാനമാനങ്ങളിലേക്ക് തൗഫീഖ് ചെയ്യുന്ന, സൗഭാഗ്യം ചെയ്യുന്ന അള്ളാഹു എന്നാണ് മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തങ്ങൾ അവിടെ കൊണ്ടുവന്ന വാക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങൾ കോടാനുകോടി ഈ പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു സദാസമയത്തും നൽകിക്കൊണ്ടിരിക്കുന്നു. ഭൗതികമായ അനുഗ്രഹങ്ങളും അഭൗതികമായ അനുഗ്രഹങ്ങളും, അതിൽ വിശ്വാസികളും വിശ്വാസികളല്ലാത്തവരും, നിരീശ്വരവാദികളടക്കം ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. എന്നാൽ തൗഫീഖ് എന്ന ആ മഹത്തായ അനുഗ്രഹം അത് ഒരിക്കലും കാഫിര്യങ്ങൾക്കുണ്ടാവുകയില്ല. മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ ആ വിഷയത്തിൽ പ്രത്യേകമായ സൗഭാഗ്യം നൽകുകയുള്ളൂ. ലോകത്ത് നാം ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. ആ ആളുകളൊക്കെ താന്തോന്നികളായിക്കൊണ്ടും അതല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ചിന്തയില്ലാതെ, വിചാരങ്ങളില്ലാതെ, വെറും വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ ചില ആളുകൾ ചുരുങ്ങിയ കാലങ്ങളെ കൊണ്ട് വർഷങ്ങളോളം ജീവിച്ചാൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ പറയാറുണ്ട്, അതൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖാണ്. അത്തരം ആളുകളെ മുവഫഖ് എന്നാണ് വിളിക്കപ്പെടാറുള്ളത്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തൗഫീഖ് നൽകപ്പെട്ടവന്റെ, തൗഫീഖ് നൽകപ്പെട്ടവളാണ് നീ എന്ന്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ആയിഷ ബീവിയെ കുറിച്ചും പറഞ്ഞ വാക്കാണത്. അഥവാ രണ്ടുപേരും വല്ലാത്ത സൗഭാഗ്യത്തിന്റെ ഉടമകളായിരുന്നു. ഇവിടെ മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തങ്ങള് ഈ വാചകം ഉപയോഗിച്ച ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അഥവാ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വിരാജിക്കുന്നവരാണ്, വ്യത്യസ്തങ്ങളായ സ്ഥാനമാനങ്ങൾക്ക് അർഹരായവരാണ്, ഉടമസ്ഥരാണ്. ഭൗതികമായ ലോകത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വ്യത്യസ്ത സ്ഥലങ്ങളിലും സ്ഥാനങ്ങളിലും വിരാജിക്കും പോലെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വിരാജിക്കുന്നവരാണ്. ആ അത്തരം ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക്, മഹത്വങ്ങളിലേക്ക് തൗഫീഖ് ചെയ്യുന്ന അള്ളാഹു ഖൽഖുൽ ഖുദ്റത്തി അല ത്വാഅ, വഴിപ്പാടുകൾ ചെയ്യാനുള്ള കഴിവിനെ സൃഷ്ടിക്കുക എന്നാണ് സാങ്കേതികാർത്ഥത്തിൽ തൗഫീഖ് എന്ന വാക്കിനിക്ക് മഹാന്മാർ കൊടുക്കുന്ന അർത്ഥം. ഭാഷാർത്ഥത്തിൽ മുവാഫഖത്തു ഷൈഇ ലിശ്ശൈഇ, ഒരു വസ്തു മറ്റൊരു വസ്തുവിനോട് യോജിക്കുക, സെയിമാവുക, തുല്യമാവുക എന്നാണ് ഭാഷാർത്ഥത്തിലെങ്കിൽ. സാങ്കേതികാർത്ഥത്തിലാണ് ഖൽഖുൽ ഖുദ്റത്തി അല ത്വാഅ, ആരാധനാ കർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവുകൾ, അഥവാ ഉന്നതമായ സ്ഥാനമാനങ്ങളെ കരസ്ഥമാക്കാനുള്ള ഉന്നതമായ സ്ഥാനമാനങ്ങളെ കരസ്ഥമാക്കാനുള്ള കാരണങ്ങൾ സൃഷ്ടിക്കുക, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരിക. ഇതാണ്
അതിലേക്ക് സാങ്കേതികാർത്ഥമായി കൊടുത്തിട്ടുള്ളത്. ശുദ്ധമായ ഖുർആനിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു ബിഹി അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാൾക്ക് സന്മാർഗം കരുതുന്നുവെങ്കിൽ, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ഇസ്ലാമിലേക്ക് അവനിക്ക് റഗ്ബത്ത്, ഇസ്ലാമിലേക്ക് അവനിക്ക് മഹബ്ബത്ത്, ഇസ്ലാമിലേക്ക് അവനിക്ക് ഇഷ്ടം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി ലക്ഷ്യം വെക്കുന്ന ആളുകൾക്കാണ് അവന്റെ തൗഫീഖ് എന്ന ആ മഹത്തായ ഗുണം ലഭിക്കുകയുള്ളൂ. ആ ഗുണമാണ് മഹാനായ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തങ്ങൾ ഇവിടെ സ്മരിച്ചുകൊണ്ട് ഹംദിനോട് കൂടെ പറഞ്ഞത്. ഹംദൻ യുവാഫി ബിർറഹുൽ മുതകാമില. ഹംദൻ, ഞാൻ ഒരു സ്തുതിക്കൽ സ്തുതിക്കുന്നു. യുവാഫി, ആ ഹംദ് പൂർത്തിയാക്കി വീട്ടും. ബിർറഹുൽ മുതകാമില, അള്ളാഹുവിന്റെ പൂർണ്ണമായ ഗുണങ്ങളോട് എന്നാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹത്തിനോട് തത്തുല്യമായ, അതിനോട് അനുയോജ്യമായ, അതിനോട് യോജിക്കുന്ന രൂപത്തിൽ ഹംദ് പറയാൻ സാധ്യമല്ല. കാരണം ഏതൊരു ഹംദ് പറയുമ്പോഴും ആ ഹംദ് പറയാനുള്ള കഴിവ്, അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഹംദ് പറഞ്ഞാലും അവനിക്കൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ച് പൂർത്തിയാക്കാൻ സാധ്യമല്ല. മറിച്ച് എന്താണ്, ഈ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹങ്ങളോട് തുല്യമായ ഹംദ് ഞാൻ നേരുന്നു എന്ന് അവൻ പുറമെ അവന്റെ ഈ പ്രത്യക്ഷത്തിൽ അവൻ പറയുന്നു എന്ന് മാത്രമാണ്. പരിശുദ്ധമായ ഹദീസുകളിൽ ആ കാര്യം നമ്മെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഹംദ് പറയുമ്പോൾ ആ ഹംദിനിക്ക് വല്ലാത്ത പവറാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാനായ